കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീഡിയോ ഇടുക കേട്ടോ. ഇനി കുളിക്കുകയൊക്കെ ചെയ്യണം, കുളിച്ചില്ല. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ തൈറോയിഡിനെ പറ്റിയും ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേര് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു എന്ത് പറ്റി, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം നിങ്ങൾക്കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമുക്കെപ്പോഴാണ് എന്താണ് ഉണ്ടാകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓൾറെഡി തൈറോയ്ഡ് ഉള്ളവരാണെങ്കിലും തൈറോയിഡിൻ്റെ ഗുളിക എടുക്കുന്നവരാണെങ്കിലും അവർ എന്താ പറയുക, ഇടയ്ക്കൊരു സ്കാനിങ്, ഒരു നെക്കിൻ്റെ സ്കാനിങ്, അൾട്രാ സ്കാനിങ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമുക്ക് എന്താ പറയുക, പെട്ടെന്നാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത്. അപ്പം നമ്മളിപ്പോൾ വിചാരിക്കും നിനക്കൊരു അസുഖം വന്ന് അത് പിന്നെ എന്താ പറയുക, അത് നിൻ്റെ ഇത് കയ്യിലിരിപ്പ് കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ചില വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ പിഞ്ച് കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഓരോ അസുഖങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് വരുന്ന കാര്യങ്ങളല്ല. നമുക്ക് അസുഖങ്ങൾ വരുന്നത് നമ്മൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ തൈറോയിഡിൻ്റെ കാര്യമാണ്. അപ്പോൾ തൈറോയിഡിന് ഗുളിക എടുക്കുന്നവർ എപ്പോഴെങ്കിലും ഒരു 6 മാസം കൂടുമ്പോഴോ അതിനിടയ്ക്കോ, ഇപ്പോൾ ഇത്ര വർഷം കൊണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ബ്ലഡിൽ എനിക്ക് നോർമലാണ് തൈറോയിഡ്, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാനൊരു ബോഡി ചെക്കപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ തൊണ്ടയ്ക്കൊരു മുഴയുണ്ട്, അതിൻ്റെ കൂടെ ഒരു നോഡുണ്ട് എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റി. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക എന്നുള്ളതാണ് നെക്കിൻ്റെ. അപ്പം അതിലൂടെ നമുക്കറിയാൻ പറ്റും, എന്താ പറയുക, നമുക്ക് തൈറോയിഡിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, മുഴയുണ്ടോ. അപ്പോൾ എത്രയോ അമ്മമാരായാലും ചേച്ചിമാരായാലും അനിയത്തിമാരായാലും കൊച്ചു കുഞ്ഞുങ്ങളായാലും തൈറോയിഡിന് ഗുളിക കഴിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഒരു 7-8 വർഷം കൊണ്ട് ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം കണ്ടെത്തിയത്. അപ്പം നിങ്ങൾ കഴിവതും ശ്രദ്ധിക്കുക, ഒരു സ്കാനിങ് എടുക്കുക. ഇനി മുന്നോട്ടുള്ള അപ്ഡേഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. എന്താണ് ഇനി എനിക്ക് ഡിസംബറിലേക്കാണ് സർജറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ അപ്ഡേഷൻ തരാം, എന്താണ് കാര്യങ്ങൾ. ഇനി അടുത്ത എനിക്ക് 6 മാസത്തിനുള്ളിൽ ഫോളോ അപ്പ് പറഞ്ഞെങ്കിലും റിസ്ക് ആണെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഓരോ സർജറിയൊക്കെ പറയുകയാണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്, പെട്ടെന്ന് തന്നെ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെ വരാൻ വേണ്ടി കിടന്ന് അവർ നോക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ പോയതുകൊണ്ട് ലീവൊന്നും അങ്ങനെ കിട്ടത്തില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യണം. മുന്നോട്ടുള്ള എന്തൊക്കെയാണെന്ന് ഞാൻ അപ്ഡേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരാം. അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ചൂട വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ചൂട വറക്കാൻ വെച്ചിട്ട്